Hi friends, welcome back to Bell Babies Craft Center. നിങ്ങളുടെ പ്രവേശനോത്സവം തുടങ്ങാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് ഒരു സമ്മാനം പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സമയം കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ കുട്ടികൾക്ക് മറ്റ് ഗിഫ്റ്റുകൾ എന്തെങ്കിലും കൊടുക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ കുറച്ച് മണിക്കൂറേ ഉള്ളൂ എന്ന് എനിക്കറിയാം, എങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ചിലവ് കുറഞ്ഞ ഒരു സൂപ്പർ ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം, കാരണം നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് ഓടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ഒരു സ്കെച്ച് പെൻ്റെ ഒരു സെറ്റ്, കുറച്ച് ചോക്ലേറ്റ്സ്, സെല്ലോ ടേപ്പ്, കത്രിക, പേന, പിന്നെ കളറുള്ള കുറച്ച് A4 പേപ്പറുകൾ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഈ ഡയറി മിൽക്ക് പോലെയുള്ള ചോക്ലേറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചോക്ലേറ്റുകൾ മേടിക്കുമ്പം കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്കത് എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ളത് മേടിക്കുക. ഇനി അതല്ല, ഇത്രയും കാശ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്ലെയർസിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മിഠായികളുടെയൊക്കെ പാക്കറ്റുകൾ കിട്ടുമല്ലോ, ആ പാക്കറ്റ് മേടിച്ചിട്ട് അത് 1-2 പേർക്ക് അല്ലെങ്കിൽ 1-2 ഒരു കുട്ടിക്ക് കൊടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിന്നൊരു നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് ഞാൻ യെല്ലോ കളർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ എടുക്കുന്നു. ഇതിൽ ഈ ചോക്ലേറ്റ് വെക്കുന്ന രീതിയിൽ കുറച്ച് സ്ഥലം അതിനനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ A4ൻ്റെ ഇങ്ങനെയുള്ള കളർ പേപ്പർ തന്നെ എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് അതിനെ ഈ ഒരു പാകത്തിനാക്കിയാൽ മതി. എന്നിട്ട് നമുക്കൊരു കുഞ്ഞൊരു മെസ്സേജും ഈ ചോക്ലേറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്ന അത്രയും സ്ഥലവും മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു പേപ്പറിൽ നിന്ന് ചിലപ്പോൾ ഒരു 4-5 എണ്ണമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും, 5-6 എണ്ണമൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഒരു കുഞ്ഞു കഷ്ണം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ചോക്ലേറ്റ് ഏതാണോ അത് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഈ ബലൂണൊക്കെ ഒട്ടിക്കുന്ന ഡോട്ടായിട്ട് ഒരു പശ കിട്ടും. അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. അങ്ങനെയുള്ള പശ വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം നമുക്ക്. അതിനു മുൻപ് ഞാനിവിടെ ഒരു മെസ്സേജ് എഴുതാനായിട്ടാണ് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും കസ്റ്റമൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് പേഴ്സണലി നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു മെസ്സേജാണ് ഞാനിവിടെ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ യെല്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെ മതിയാകും ഇതിനകത്തൊന്ന് എഴുതാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കളർ പെന്നൊന്നും ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ പെൻ വെച്ചിട്ട് എഴുതിയാലും മതി. അപ്പം ഞാനൊന്ന് എഴുതാം. ഞാൻ എഴുതുന്നത് ഇത്രയേ ഉള്ളൂ. പപ്പയുടെയും അമ്മയുടെയും കൈപിടിച്ച് അക്ഷരമുറ്റത്ത് എത്തിയ റിഷാൻ മോന് എന്താണ് പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് അക്ഷരമുറ്റത്തെത്തിയ റിഷാൻ മോന്. അത്രയും മതി. റിഷാൻ മോനുള്ള സമ്മാനം എന്നുള്ള രീതിയിൽ അത്രയും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു സമ്മാനം. പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് അക്ഷരമുറ്റത്തെത്തിയ റിഷാൻ മോന് ടീച്ചറുടെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റ്. ഇതിവിടെ ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, താഴെ പോകുന്നില്ല. അപ്പോൾ ആ ഡോട്ടായിട്ടുള്ളൊരു പശയുണ്ട്, അത് മേടിച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റ് ദിവസങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ ആക്ടിവിറ്റികളുമായി വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം.